ദാരിമി, നിങ്ങൾക്ക് കിതാബുകൾ തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ, വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഇസ്ലാമിന്റെ സന്ദേശം നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മതി. എന്താ ചോദ്യം എന്നറിയോ? മക്കത്തെ മുശ്രിക്ക് ലാത്തയെയും ഉസ്സയെയും മനാത്തയെയും ഹുബിലിനെയും ഈ 4 വിഗ്രഹങ്ങൾ ഞങ്ങളുടെ റബ്ബാണ്, ഞങ്ങളുടെ ഖാലിഖാണ് എന്ന നിലക്ക് അവർ ചോദിച്ച ഒരു ചോദ്യം കാണിക്കുമോ? കാണിക്കാൻ പറ്റുമോ? ലാത്ത റബ്ബാണെന്ന് അവർ വാദിച്ചോ? ലാത്ത ഖാലിഖാണെന്ന് വാദിച്ചോ? ഇല്ല. കാരണം യഥാർത്ഥ അള്ളാഹുവിൽ വിശ്വാസമുള്ളവരായിരുന്നു അവർ. ഖുർആൻ എത്ര ആയത്തിലൂടെയാണ് പഠിപ്പിച്ചത്? ലോകത്തിന്റെ നിയന്ത്രകൻ ആരാണ്? അള്ളാഹുവാണ്. അന്നം നൽകുന്നവൻ ആരാണ്? അള്ളാഹുവാണ്. സ്രഷ്ടാവ് ആരാണ്? അള്ളാഹുവാണ്. മഴയിറക്കുന്നവൻ ആരാണ്? അള്ളാഹുവാണ്. കൈകാര്യകർത്താവ് ആരാണ്? അള്ളാഹുവാണ്. ഇതിന്റെ അധികാരി ആരാണ്? അള്ളാഹുവാണ്. എല്ലാറ്റിനും ഉത്തരം അല്ലാ അല്ലാ അല്ലാ. അപ്പൊ ഇവർ അടുത്ത നാടകം, അടുത്ത അഭിനയം എന്താണ്? അത് യഥാർത്ഥ അല്ലല്ല, അത് സങ്കല്പത്തിലെ അല്ലയാണ്. യഥാർത്ഥ അല്ലയല്ലെങ്കിൽ, അത് കേവലം സാങ്കല്പികത്തിലുള്ള അല്ലയാണെങ്കിൽ എന്തിനാണ് അള്ളാന്റെ കലാമിലൂടെ അത് പഠിപ്പിച്ചത്? അതൊരു പൊട്ടീസ് പരിപാടിയാണെങ്കിൽ, ഒരു കബളിപ്പിക്കലാണെങ്കിൽ, യാഥാർത്ഥ്യമില്ലാത്ത കാര്യമാണെങ്കിൽ ഖുർആൻ അള്ളാന്റെ കലാമല്ലേ? അള്ളാന്റെ കലാമിലൂടെ എന്തിനാ അള്ളാഹ് അത് പഠിപ്പിച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തിനാണ് അവരെ തിരുത്തിയത്? എന്തിനാണ് അവരെ പിന്നാലെ കൂടി പഠിപ്പിച്ചത്? ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹൂ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ, നിങ്ങൾക്ക് വിജയമുണ്ടാകും. അതുമാ കഅബൈഹി, 2 കാൽപാദങ്ങളും ചോര ഒലിക്കുമാർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാ പ്രയാസപ്പെട്ടത്? എന്തിനാ അങ്ങാടിയിലൂടെ നടന്നത്? വീട് വീടാന്തരം കയറി ഇറങ്ങിയത് എന്തിനാണ്? അതൊരു സാങ്കല്പിക അള്ളയാണെങ്കിൽ അപ്പൊ എന്തെങ്കിലും പൊട്ടത്തരം വിളിച്ചു പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കരുത്. അത് സാങ്കല്പിക അല്ലയല്ല, യഥാർത്ഥ അള്ളാഹുവിൽ അവർക്ക് വിശ്വാസമുണ്ടായിരുന്നു. എന്നാലോ അവർ ചെയ്ത പണിയെ, അവരുടെ ആരാധ്യന്മാരെ ആലിഹത്ത് എന്ന നിലക്ക്, ആലിഹത്ത് പറഞ്ഞ ആരാധ്യന്മാർ, ഇലാഹ് എന്ന് പറഞ്ഞാൽ ആരാധ്യൻ, ആലിഹത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ ബഹുവചനം ആരാധ്യന്മാർ. ഇസ്ലാമിൽ ആരാധ്യന്മാർ എന്ന ഒരു സങ്കല്പമല്ല, ഏക ആരാധ്യൻ മാത്രം, അത് അള്ളാഹ് മാത്രം. അപ്പൊ എന്തുകൊണ്ട് ആരാധ്യന്മാരായി? ലാത്തയുടെയും ഉസ്സയുടെയും മനാത്തയുടെയും ഹുബിലിന്റെയും മുമ്പിൽ അള്ളാഹ്ക്ക് കൊടുക്കേണ്ടതൊക്കെ അവർ കൊടുത്തു. അള്ളാഹ്ക്ക് കൊടുക്കേണ്ടത് കൊടുത്തു. അള്ളാ എന്ന് നേരിട്ട് വിളിക്കേണ്ടതിന് പകരം ലാത്ത മുഖേന, മനാത്ത മുഖേന, ഉസ്സ മുഖേന, ഹുബില് മുഖേന. ആ പണി ശിർക്കാണ്, അത് ബഹുദൈവാരാധനയാണ്, അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ് എന്ന് ബോധ്യപ്പെടുത്താൻ അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിടത്തൊക്കെ ആലിഹത്ത് ആലിഹത്ത് എന്നാണ് ഖുർആൻ പ്രയോഗിച്ചത്. അപ്പോ ഈ തട്ടിക്കൂട്ട് പ്രാർത്ഥനാ നിർവചനം ദാരിമി നിങ്ങൾക്ക് തെളിയിക്കാൻ ആകൂല. ആകുമെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ വന്ന് തെളിയിക്കണം, നമുക്കൊന്ന് മുന്നോട്ട് പോകാം.